ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 129 കാണ്ഡം 5 അനുവാകം 3 സൂക്തം 12 കമ്മ്യൂണിക്കേഷൻ വേവ്സ്. ഇത് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അഗ്നിയെ ഊർജത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേവ് രൂപത്തിൽ, തരംഗ രൂപത്തിൽ എവിടത്തേക്കോ അയച്ചിട്ട് സന്ദേശങ്ങൾ കൈമാറാനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ടി വി, റേഡിയോ ഇതെല്ലാം തന്നെ ഊർജത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ഊർജങ്ങളാണ്. മൊബൈലിലെല്ലാം ഉപയോഗിക്കുന്നത് തരംഗ രൂപത്തിലുള്ള ഊർജത്തെ നമുക്ക് എവിടത്തേക്കും അയക്കാം, ഏത് സ്ഥലത്തും എത്തിക്കാനുള്ള കഴിവ്, ഭൂമിക്കടിയിലോ ഏതൊരു വസ്തുവിൻ്റെ അകത്തോ എല്ലാം അയക്കാനുള്ള കഴിവ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഉണ്ട്. അതെല്ലാം ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഊർജം തന്നെയാണ്, ഊർജത്തിൻ്റെ തരംഗ രൂപത്തിൽ ആക്കിയിട്ടാണ് അയക്കുന്നത്. അതുകൊണ്ട് കുറച്ച് അഡ്വാൻസ് സയൻസാണ്. സയൻസ് പഠിച്ചവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. എന്നാലും പറ്റുന്ന തരത്തിൽ ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 5 അനുഭാഗം 3 സൂക്തം 12. ഋഷി അങ്കിരസ്, ദേവത അഗ്നി, ഛന്ദസ് തൃഷ്ടുപ്പ് പങ്ക്തി. സമിദ്ധോ അദ്യ മനുഷ്യോ ദൂരോണേ ദേവോ ദേവാൻ യജസ്സി ജാതവേദഃ ആ ച വഹ മിത്രമഹശ്ചികിത്വാദ് ത്വം ഭൂതഃ കവിരസി പ്രചേതാഃ തനൂനപാദ പഥ തസ്യ യാനാൻ മധ്വാ സമഞ്ജൻ സ്വദയോ സുജിഹ്യ മന്മാനേ ധീഭിരുത യജ്ഞമൃന്ധൻ ദേവത്രാ ച കൃണുഹ്യധ്വരം നഃ ആജുഹ്വാന ഈദ്യോ വന്ദ്രശ്ച യാഹ്യഗ്നേ വസുഭിഃ സജോഷാഃ ത്വം ദേവാനാമസി യഹ്വഹോതാ സ ഏനാൻ യക്ഷീഷതോ യജീയാൻ പ്രാചീനം ബർഹിഃ പ്രതിശാ പൃഥിവ്യാ വസ്തോരസ്യ ഭൃജ്യതേ അഗ്രേ അഹ്നാമ വ്യോ ആപുദ്ധയതേ വിതരം വരീയോ ദേവഭ്യോ അതിഥയേ സ്യോനമ വ്യജസ്വതീരുരുവിയോ വിശ്രയന്താം പതിഭ്യോ ജനയഃ ശുംഭമാനാഃ ദേവീർധാരോ ബൃഹതീർവിശ്വമിന്യാ ദേവേഭ്യോ ഭവത സുപ്രായണാഃ ആ സുഷ്യയന്തി യജതേ ഉപാകേ ഉഷാ സാനക്താ സതതാം നിയോനൗ ദിവ്യേ യോഷണേ ബൃഹതി സുരക്മേ ധി ശ്രിയം ശുക്രപിശം ദധാനേ ദൈവ്യാ ഹോതാര പ്രഥമാ സുവാച വിമാന യജ്ഞം മനഃശോ യജധ്യൈ പ്രചോദയന്താ വിദധേഷു കാരു പ്രാചീനം ജ്യോതിഃ പ്രതിശാദിശന്താ ആ നോ യജ്ഞം ഭാരതി തൂയമേത്യുണ്ഠാ മനുഷ്വദിഹ ചതയന്തി തിസ്രോ ദേവീർബർഹിരേദം സ്വേന സരസ്വതീഃ സ്വപസ്സഃ സദന്താമ യ ഇമേ ദ്യാവാ പൃഥിവീ ജനിത്രി രൂപൈരപിംശത് ഭുവനാനി വിശ്വാ തമദ്യ ഹോരിഷതോ യജീയാൻ ദേവ തുഷ്ടാരമിഹ യക്ഷി വിദ്വാൻ
ഉപാവസൃജന്മന്യ സമജ്ജൻ ദേവാനാം പാദ ഋതുധ ഹവിംഷി വനസ്പതി ശമിതാ ദേവി അഗ്നി സ്വദന്തു ഹവ്യമധുന കൃതേന സദ്യോ ജാതോ വ്യമിമീത യജ്ഞമഗ്നിർദേവാനാമഭവത് പുരോഗാഃ അസ്യ ഹോതുഃ പ്രശിഷ്യുതസ്യ വാചേ സ്വാഹാ കൃത ഹവിരദന്തു ദേവാഃ. ഭാവാർത്ഥം: അഗ്നി മനുഷ്യയജ്ഞത്തിൽ മുഴുകിയ ശേഷം ദേവതകളുടെ അടുത്തെത്തുന്നു. അപ്പോൾ ദേവകൾ ആഹ്വാനം ചെയ്യപ്പെടുന്നു. നീ ദേവന്മാരുടെ ദൂതനും ക്രാന്തദർശിയും ജ്ഞാനിയുമാണ്. സൂര്യലോകത്തിൽ എത്തേണ്ട വഴികൾ നിനക്ക് അറിയാം. യജ്ഞത്തിലൂടെ അതിനെ ദേവതകളിൽ എത്തിക്കുന്നു. അത് കർമ്മ അനുഷ്ഠാനത്തിനായിട്ട് വസുക്കളോടൊത്ത് വരുന്നു. അതുവഴി ദേവപൂജ ചെയ്യുക. അത് പൂർവ്വദിക്കിലേക്ക് വ്യാപിക്കും. ഇത് മറ്റ് ജ്യോതിസുകളേക്കാൾ തേജസ്സുള്ളതാണ്. അതിലൂടെ ഭൂമിയിലെ യജമാനന് സുഖം ലഭിക്കുന്നു. അഗ്നിജ്വാല ഹവിർ വഹിക്കും. വ്യാധിനാശകനുമാണ്. ഹവിസിനെ വഹിക്കുന്ന ജ്വാലകളെ നിങ്ങൾ ദേവകൾക്ക് സുഖം നൽകുന്നു. അഗ്നിയുടെയും ഉഷസ്സിൻ്റെയും ദീപ്തി അത്തരം യജ്ഞത്തിൽ ദേവകളോട് ചേരുന്നു. നീ ദിവ്യത്വമാർന്നതും പരസ്പരം ചേരുന്നതുമാണ്. യജമാനന് ധനം നൽകുന്നു. അഗ്നിയും വായുവും ചേരുമ്പോൾ മനുഷ്യർ ഹോതാക്കളേക്കാൾ ശ്രേഷ്ഠരാകുന്നു. മനോഹരവാണിയാൽ യജ്ഞപ്രേരകനും യജ്ഞനിർമ്മാതാക്കളുമാകുന്നു. അത് എനിക്ക് പല ഉപകാരങ്ങളും നൽകുന്നു. സമസ്ത ഭൂതങ്ങളുടെയും അടിസ്ഥാന വസ്തുവും ജലത്തിൽ മുങ്ങിയവനുമായ അഗ്നിയുടെ തേജസ് ഭൂമിയും സരസ്വതിയും ആഹ്വാനം ചെയ്യുമ്പോൾ ഇന്ദ്ര തേജസ്സുകളായിട്ട് ആഗമിക്കുന്നു. ഈ തേജസ്സുകൾ കുശയുടെ മേൽ വിരാജിക്കട്ടെ. ഈ അഗ്നിയാണ് എല്ലാ ഭൂതങ്ങൾക്കും അനേകം രൂപം നൽകുന്നത്. അതിനാൽ നമ്മൾ നിന്നെ പൂജിക്കുന്നു. വനസ്പതി, ശമിത, അഗ്നി എന്നിവയാൽ ഞങ്ങൾ നിന്നെ യുക്തമാക്കുന്നു. അഗ്നി ദർശിച്ച മാത്രയിൽ തന്നെ യജ്ഞം ആരംഭിക്കുന്നു. പ്രത്യക്ഷമാകുമ്പോൾ തന്നെ നീ ദേവതകളിൽ അഗ്രഗണ്യനാകുന്നു. ദേവകളെ ആഹ്വാനം ചെയ്യുന്ന നീ സ്വാഹാകാരമായിട്ട് ഹവിസ്സുകൾ സ്വീകരിക്കുക. ഇവിടെ അഗ്നി മനുഷ്യ യജ്ഞത്തിൽ മുഴുകിയ ശേഷം മനുഷ്യര് ഈ അഗ്നിയെ ഉപയോഗിക്കുകയാണ്. എന്ത് തരം യജ്ഞത്തിലാണ്? അതായത് അഗ്നിയെ ഉപയോഗിച്ചുകൊണ്ട് അഗ്നിയുടെ തരംഗ രൂപത്തിൽ വേവ്സ് ആയിട്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട്, സിഗ്നൽസ് ആയിട്ട് അഗ്നിയെ മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് ഇവിടെ മനുഷ്യയജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ഊർജത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള സിഗ്നൽസുകളെ യജ്ഞത്തിൽ ഒരു പ്രത്യേക തരം ഉപകരണങ്ങളിലൂടെയെല്ലാം അതിനെ മാറ്റിയെടുത്തതിൻ്റെ ശേഷം അതെന്ത് ചെയ്യുന്നു? അത് ദേവതകളുടെ അടുത്തെത്തുന്നു. ദേവതകൾ എന്ന് പറഞ്ഞാൽ വേദത്തിൽ എന്തും ദേവതകളാണ്, കല്ലും മണ്ണും എല്ലാം ദേവതകളാണ്. അപ്പോൾ ഈ സിഗ്നൽസിനെ നമ്മൾ അയക്കുമ്പോൾ ചിലപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്കാണ് അയക്കുന്നുണ്ടാവുക. അവിടെ ഉപകരണങ്ങളിലെത്താം. അല്ലെങ്കിൽ നമുക്ക് സിഗ്നലുകളെ മറ്റുള്ള ബഹിരാകാശത്തുള്ള ഗോളങ്ങളിലേക്കെല്ലാം അയക്കാം. ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതവർ പിടിച്ചിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതേപോലെ തന്നെ ബഹിരാകാശത്തുള്ള ആൾക്കാർ അങ്ങ് ദൂരെയുള്ള 7 ലോകമുണ്ടല്ലോ, അവിടെ നിന്ന് ആരെങ്കിലും സിഗ്നൽ അയക്കുന്നുണ്ടെങ്കിൽ അത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും ശ്രമിക്കുന്നുണ്ട്. അവിടെ ആളുണ്ടോ എന്നല്ല അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എവിടെയാണോ എത്തുന്നത് അതാണ് ഇവിടെ ദേവതകൾ എന്ന് പറയുന്നത്. വേദത്തിൽ എന്തായാലും അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതെല്ലാം ദേവതകൾ തന്നെയാണ്. നമ്മുടെ റേഡിയോ, TV, മൊബൈൽ എല്ലാം ദേവതകളാണ്. അത് ദേവതകളുടെ അടുത്തെത്തുന്നു. അപ്പോൾ ദേവകൾ ആഹ്വാനം ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആ ഉപകരണങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങുന്നു. ആഹ്വാനം ചെയ്യപ്പെടുന്നു എന്നാൽ അതിനെ ആഹ്വാനം ചെയ്യുന്നു പ്രതികരിക്കാൻ. ഉദാഹരണമായിട്ട് ഒരു സിഗ്നൽ റേഡിയോയിൽ വരികയാണെങ്കിൽ റേഡിയോനെ അതിനെ പ്രേരിപ്പിച്ചിട്ട് ശബ്ദം നമുക്ക് തരും. TV-യിലാണെങ്കിൽ ശബ്ദവും ചിത്രവും തരും. മൊബൈലിലാണെങ്കിൽ അതുവഴി തരും. ചില സിഗ്നലുകളാണെങ്കിൽ പ്ലെയിനുകളെ നിയന്ത്രിക്കാൻ
അല്ലെങ്കിൽ സാറ്റലൈറ്റിനെ നിയന്ത്രിക്കാൻ, അത്തരത്തിലെല്ലാം ആ ഉപകരണങ്ങൾ ദേവതകൾ എന്ത് ചെയ്യുന്നു? ആഹ്വാനം ചെയ്യപ്പെടുന്നു, അവ നിയന്ത്രിക്കപ്പെടുന്നു. നീ ദേവന്മാരുടെ ദൂതനും, ദേവന്മാരുടെ ദൂതനാണ്. ഇത് ദൂതനായിട്ട് ഇത് പോകും, സിഗ്നലും കൊണ്ട് പോയിട്ട് അവിടെ ആ ഉപകരണങ്ങളെ ഇങ്ങനെയെല്ലാം വർക്ക് ചെയ്ത്. ദൂതന്മാരുടെ ജോലി എന്താ? അവിടെ പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യണം. അപ്പൊ ഇവിടെ നിന്ന് ദൂത് അയക്കുമ്പോൾ, സിഗ്നൽ അയക്കുമ്പോൾ അവിടെയുള്ള സാറ്റലൈറ്റിൽ അതിൻ്റെ ഉപകരണങ്ങൾ അതിനനുസരിച്ച് അത് പ്രവർത്തിപ്പിക്കും. ദൂതനാണ്, സന്ദേശം കൈമാറും, ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കണം. ഇപ്പൊ റോക്കറ്റിനെ എല്ലാം നിയന്ത്രിക്കുന്നത് സിഗ്നൽ വെച്ചാണ്. അപ്പൊ ഈ സിഗ്നൽ ആ സന്ദേശവുമായി ദൂതായിട്ട് അവിടെ ചെന്നിട്ട് അതവിടെ ആക്ട് ചെയ്യും. ദൂതനും ക്രാന്തദർശിയും ജ്ഞാനിയുമാണ്. ഇതിൽ ജ്ഞാനമുണ്ട്. ഈ ദൂതിൽ ജ്ഞാനം കൊണ്ടാണ് അത് പോകുന്നത്, സിഗ്നൽ കൊണ്ട്. ഇപ്പം നമ്മളൊരു TV സ്റ്റേഷനിൽ നിന്ന് സിഗ്നൽ അയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സിഗ്നലിൽ എന്താണുള്ളത്? ജ്ഞാനമാണുള്ളത്. ആ ജ്ഞാനമാണ് TV-യിലൂടെ വന്നിട്ട് നമുക്ക് പ്രോഗ്രാമായിട്ടെല്ലാം നമ്മൾ കാണുന്നത്, മൊബൈലിലൂടെയല്ല. ക്രാന്തദർശിയുമാണ്. സത്യലോകത്തിലേക്ക് എത്തേണ്ട വഴികൾ നിനക്കറിയാം. ഏത് ലോകം, സത്യലോകം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം എത്താനുള്ള വഴി അത് അറിയാം. അത് ആ വഴിയിലൂടെയെല്ലാം അങ്ങ് പോകും. ഇവിടെ നിന്ന് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഏത് ലോകത്തിലേക്കും അത് പോകും. അപ്പം ഇതല്ലേ ഇതിനെപ്പറ്റിയാണ് പറയുന്നത്? തരംഗങ്ങളെ പറ്റിയാണ്, അഗ്നിയുടെ തരംഗ രൂപത്തെ പറ്റിയാണ് പറയുന്നത്. ജ്ഞാനത്തിലൂടെ അതിനെ ദേവതകളിലേക്ക് എത്തിക്കുന്നു, യജ്ഞത്തിലൂടെ അതിനെ ദേവതകളിലേക്ക് എത്തിക്കുന്നു. യജ്ഞങ്ങളിലൂടെ നമ്മൾ എന്താണ് യജ്ഞം ചെയ്യുന്നത്? ഈ അഗ്നി ഉപയോഗിച്ചിട്ട് ശബ്ദങ്ങളോ സന്ദേശങ്ങളോ അതിനെയെല്ലാം എന്ത് ചെയ്യും? അതുമായിട്ട് ചേർത്തുകൊണ്ടാണ് അയക്കുന്നത്. അപ്പം നമ്മൾ സംസാരിക്കുന്ന നമ്മളെ പടമെല്ലാം ഈ മൊബൈൽ പിടിച്ചിട്ട് അത് സിഗ്നലുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേറെ ഫ്രീക്വൻസി ആയിട്ട് മിക്സ് ചെയ്തിട്ട് അയക്കുകയാണ്. അപ്പോൾ അങ്ങനെ പല യത്നങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടോ അതാണ് പറഞ്ഞത്, ഇത് ഇലക്ട്രോണിക്സുമായിട്ടെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിലേ ഇവിടെ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ നല്ല ജ്ഞാനമുള്ളവർ, ഇലക്ട്രോണിക്സിലെല്ലാം നല്ല ജ്ഞാനമുള്ളവർ ഈ വിഷയങ്ങളെ അവരുടേതായ നിലയിൽ വ്യാഖ്യാനിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്ര മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ഇവിടെ പറയുന്നത്. അത് കർമാനുഷ്ഠാനത്തിനായി വസുക്കളോടൊത്തു വരുന്നു. അത് കർമാനുഷ്ഠാനത്തിനായി വസുക്കളോടൊത്താണ് വരുന്നത്. സിഗ്നലും എല്ലായിട്ട് ചേർന്നുകൊണ്ടാണ് അത് വരുന്നത്. ഈ അഗ്നി സിഗ്നലോടുകൂടി ചേർന്നുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക്. വസുക്കൾ എന്താണെന്നല്ല നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ സിഗ്നലോടുകൂടി ചേർന്നാണ്, സിഗ്നലാണ് വസുക്കളായിട്ട് എടുക്കാം. സിഗ്നലോട് വരുന്നു. അപ്പം ഒരു അഗ്നി വേവ് പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാരിയർ വേവ് എന്നെല്ലാം പറയും. ആ കാരിയർ വേവിൻ്റെ കൂടെ സിഗ്നൽ മിക്സ് ചെയ്തിട്ടാണ് അയക്കുന്നതും നമ്മുടെ വേറെ ആൾ അയച്ചാൽ നമ്മുടെ അടുത്തേക്കെല്ലാം എത്തുന്നതും. അതുവഴി ദേവപൂജ ചെയ്യുക. അതിലൂടെ ദേവപൂജ ചെയ്യുക എന്ന് പറയുന്നത് ആ ഉപകരണങ്ങളെ, ഏതാണോ ഉപകരണങ്ങൾ അതിന് വേണ്ട തരത്തിൽ അത് കൈകാര്യം ചെയ്യും. അത് പൂർവ്വ ദിക്കിലേക്ക് വ്യാപിക്കും. അത് ഏത് ദിക്കിലേക്കും പോകും. പൂർവ്വ ദിക്കുന്നൊന്നും വേണ്ട, ഏത് ദിക്കിലേക്കും അത് പോകും. ഇത് മറ്റ് ജ്യോതിഷുകളെക്കാൾ തേജസ്സുള്ളതാണ്. മറ്റ് ജ്യോതിഷുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശമുണ്ട്, മറിച്ച് ഊർജമുണ്ട്, ആകർഷണ ബലമുണ്ട്. ഇതെല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അതിലും തേജസ്വിയാണ്. കാരണം സിഗ്നലെല്ലാമായിട്ട് പലയിടത്തും പോയിട്ട് പലതും ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ചന്ദ്രനിലോ മറ്റു ഗ്രഹങ്ങളിലോ ഓരോ സാധനങ്ങളെല്ലാം അയച്ചിട്ട് ഇവിടെ ഇന്ന് കൺട്രോൾ ചെയ്യാം. അവിടുത്തെ ക്യാമറകളെ കൺട്രോൾ ചെയ്യാം. ആ വാഹനങ്ങൾ, ചന്ദ്രനിലൊരു വാഹനം ഇറക്കിയിട്ട് അതിനെ ചലിപ്പിക്കുവാനും അതിൽ നിന്ന് പടം പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് അയക്കുവാനും എല്ലാം കഴിവുള്ള സിഗ്നൽ എന്ന് പറയുമ്പോൾ മറ്റുള്ള ജ്യോതിഷുകൾ സൂര്യപ്രകാശത്തെക്കാട്ടിയും പ്ലേഗ്, അഗ്നി, അത്തരമുള്ള ഊർജത്തെക്കാട്ടിയെല്ലാം എത്രയോ തേജസ്സുള്ളതാണ്.
അതിലൂടെ ഭൂമിയിലെ യജമാനന് സുഖം ലഭിക്കുന്നു. മനുഷ്യർക്ക് എന്ത് കിട്ടുന്നുണ്ട്? നല്ല സുഖം കിട്ടുന്നുണ്ട്. എന്തെല്ലാം ടി വി, മൊബൈല്, ബഹിരാകാശത്തെല്ലാം നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നോക്കാം. ആകാശത്തിലുള്ള മേഘങ്ങളെല്ലാം നമ്മൾ ഇവിടെ ടി വിയിൽ കാണുകയില്ല. ആകാശത്തിൽ ഒരു പോയിട്ട് ചന്ദ്രനിൽ പോയിട്ട് അല്ലെങ്കിൽ ചൊവ്വയിൽ പോയിട്ട് ഒരു റോക്കറ്റിൽ അവിടെ പോയി ഇറങ്ങി അവിടുത്തെ ക്യാമറകളിലൂടെ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം പിടിച്ചിട്ട് നമുക്കിങ്ങ് എത്തിച്ച് തരികയില്ലേ. അഗ്നിജ്വാലകൾ ഹബിർ വഹിക്കും. അതായത് അഗ്നിയുടെ ജ്വാലകൾ എന്ന് പറയുമ്പോൾ തരംഗങ്ങളായിട്ട് എടുക്കണം. വേവ്സ്, അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം, തരംഗമായിട്ടാണ്. ആ തരംഗത്തിൽ ഹബിർ വഹിക്കുന്നതാണ് നമ്മൾ സംസാരിക്കുന്ന ശബ്ദങ്ങളും പടങ്ങളും അല്ലെങ്കിൽ സന്ദേശങ്ങളെല്ലാം വഹിച്ചുകൊണ്ടാണത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അഗ്നിക്ക് കാരിയർ വേവ് എന്നെല്ലാം ഇലക്ട്രോണിക്സിൽ പറയും. വ്യാധിനാശകനുമാണ്. നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളെയും മാറ്റാൻ ഈ സിഗ്നൽ സിസ്റ്റത്തിന് വലിയ കഴിവുണ്ട്. നമുക്ക് എവിടെയും പോയിട്ട് കാര്യങ്ങൾ തിരക്കാനെല്ലാം ഈ ഇലക്ട്രോണിക്, ഇപ്പം നമ്മൾ ചന്ദ്രനിൽ എന്താണുള്ളതെന്ന് പോലും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപകരണങ്ങൾ വിട്ടിട്ട് അതെല്ലാം ഈ സിഗ്നൽ സിസ്റ്റത്തിൻ്റെ കൺട്രോളിലാണ് വരുന്നത്. റിമോട്ട് കൺട്രോൾ എന്നെല്ലാം പറഞ്ഞിട്ടില്ല. ഇപ്പം കല്യാണ പന്തലിലെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് ഇങ്ങനെ റിമോട്ട് വെച്ചിട്ട് ഇപ്പം എല്ലാ തടസ്സങ്ങളും മാറ്റി, അല്ലെങ്കിൽ ആളെ ഇടക്കൂട്ടിയെല്ലാം തള്ളിയിട്ട് പോകണ്ട, ഇത് മുകളിൽ നിന്ന് എടുക്കാം. ഹവിസിനെ വഹിക്കുന്ന പ്രകാശജ്വാലകളെ, ഹവിസ് എന്ന് പറയുമ്പോൾ ഈ സിഗ്നലിനെ വഹിക്കുന്ന പ്രകാശജ്വാലകളെ നിങ്ങൾ ദേവകൾക്ക് സുഖം നൽകും. അതായത് മറ്റു ഉപകരണങ്ങൾ അതുകൊണ്ട് എന്തെല്ലാമാണോ പ്രവർത്തിക്കുന്നത് അതിനെല്ലാം സുഖം നൽകും. വളരെ നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അഗ്നിയുടെയും ഉഷസ്സിൻ്റെയും ദീപ്തി അത്തരം യജ്ഞത്തിൽ ദേവതകളോട് ചേരുന്നു. അപ്പോൾ ഉഷസ് എന്നെല്ലാം പറയുന്നതും അഗ്നി എന്നെല്ലാം പറയുന്ന ഉഷസ്സും ഒരു തരത്തിലുള്ള ഈ ഒരു സംഗതി തന്നെയാണ്. മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഉഷസ്. നമ്മൾ ഈ പറയുന്ന തരംഗരൂപത്തിലുള്ള ഒരു സംഗതി തന്നെയാണ് ഈ ഉഷസ്. ഉഷസ് നമ്മളെയെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗ്നിയും, അപ്പോൾ അഗ്നിക്ക് സമാനം ഉഷസ്സിനെയെല്ലാം നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ അതുപോലെ തന്നെ ദീപ്തി അത്തരം യജ്ഞത്തിൽ ദേവതകളോട് ചേരുന്നു. എല്ലാ കർമ്മങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് അഗ്നിയാണ്, ഈ ഉഷസ്സാണ്. അതുപോലെ തന്നെ ഈ അഗ്നി എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള കർമ്മങ്ങൾക്കെല്ലാം പ്രേരക ശക്തിയായിട്ട് മാറുന്നു. ഉഷസ്സിനെ പോലെ ഉഷസ്സാണ് നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രഹത്തിൽ നിന്നുള്ള ഒരു ശക്തി വിശേഷമാണ് ഉഷസ്. അത് പിന്നീട് കാണാം. അത് നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിലൂടെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഉപകരണങ്ങളെല്ലാം ഈ അഗ്നിയുടെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ നിലയിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നീ ദിവ്യമാണ്, പരസ്പരം ചേരുന്നതാണ്. നമുക്കതിനെ പരസ്പരം ചേർത്ത് വെക്കാം. ഏതുമായിട്ട്? ഈ അഗ്നിയുടെ തരംഗങ്ങളോടെ അല്ലെങ്കിൽ ഈ ഫ്രീക്വൻസിയോടെ, ഈ കാരിയർ വേവ്സിന് സയൻസിൽ പറയുമ്പോൾ കാരിയർ വേവ് എന്ന് പറയും. അതായത് തരംഗങ്ങൾ, ഊർജ തരംഗങ്ങൾ, അഗ്നി, അവയോട് മറ്റുള്ളവരെ ചേർത്ത് വെക്കാം. അതായത് നമ്മൾ സംസാരിക്കുന്ന ശബ്ദങ്ങളും നമ്മുടെ ക്യാമറയിൽ നിന്ന് പിടിക്കുന്ന പടങ്ങളും എല്ലാം അതുകൊണ്ട് ചേർത്ത് വെക്കാം. ചേർത്ത് വെക്കുക, ഇന്ന് ഇവിടെ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാലും ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കറിയാം അതെങ്ങനെയാണ് ചേർക്കുന്നതെന്ന്. പലതരത്തിലുള്ള ചേർക്കുന്ന പരിപാടിയുണ്ട്. അതായത് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയും. ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, ഫേസ് മോഡുലേഷൻ ഉണ്ട്. ഇങ്ങനെ പല ടെക്നോളജിയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് മോഡുലേറ്റ് ചെയ്യുന്നതുണ്ട്. പിന്നെ ഡീപ് മോഡുലേഷൻ ഉണ്ട്, ഹെട്രോഡൈൻ എന്നെല്ലാം പറയുന്ന പരിപാടി, സൂപ്പർ ഹെട്രോഡൈൻ എന്നെല്ലാം പറയുന്ന കുറേ, മിക്സിംഗ് എന്നെല്ലാം പറയുന്ന കുറേ വാക്കുകൾ ഇതിലെല്ലാം വരുന്നുണ്ട് ഇലക്ട്രോണിക്സ് ഈ വിഷയമായിട്ട്, ഈ ചേർക്കുക എന്നെല്ലാം പറയുന്നതായിട്ട്. അപ്പം അങ്ങനെയെല്ലാമാണ് സിഗ്നലിനെ ചേർക്കുകയും തിരിച്ചെടുക്കുകയും എല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയെല്ലാം ചെയ്യുന്നത്. യജമാനന് ധനം നൽകുന്നു. അതുകൊണ്ട് ഇന്നത്തെ സമ്പത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം മൊബൈൽ തന്നെയാണ്, സംശയമില്ല. മൊബൈലല്ല ഇതിലാണ് പോകുന്നത്, അതിലൂടെ സമ്പത്താണ് നേടുന്നത്. മൊബൈൽ, ടി വി എല്ലാം ഇതിലൂടെ തന്നെയാണ്. ഇന്നുള്ള കാറുകൾ തന്നെ റിമോട്ടിലെല്ലാം വന്നിരിക്കുകയല്ലേ.
ഗൂഗിളും ഇതുമെല്ലായിട്ട് ഇതെല്ലാം ഏതിലൂടെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഇത്തരം അഗ്നിയുടെ ഉപയോഗത്തിലൂടെ തന്നെയാണ്. നമ്മളിപ്പം വണ്ടിയിൽ പോകുമ്പോഴുള്ള സ്ഥലമെല്ലാം ഗൂഗിള് പറഞ്ഞു തരും, നമ്മൾ എവിടെയുള്ള എല്ലാം പറഞ്ഞു തരും. ഇതെല്ലാം ഏതിലൂടെയാണ്? ഇതിൻ്റെ കഴിവാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര വലിയൊരു സംഗതിയാണിത്. അഗ്നിയും വായുവും ചേരുമ്പോൾ മനുഷ്യർ ഹോതാക്കളേക്കാൾ ശ്രേഷ്ഠന്മാരാകുന്നു. ഇതെല്ലാം ചേരുമ്പോൾ ഈ അഗ്നിതത്വവും വായുതത്വം എല്ലാം, വായുതത്വത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിമാനവും റോക്കറ്റും എല്ലാം വിടുന്നത്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. വായുതത്വം ഉപയോഗിച്ചിട്ട് കടലിലോടുന്നതും കരയിലോടുന്നതും ആകാശത്തിലെ ബഹിരാകാശത്തേക്ക് പോകേണ്ട വാഹനങ്ങളെല്ലാം ഉണ്ടാക്കാൻ. അപ്പം വായുതത്വവും ഈ അഗ്നിതത്വവും, അഗ്നിതത്വം എന്ന് പറഞ്ഞാൽ ഇതേമാതിരി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും, റോക്കറ്റിലെ ഏത് ലോകത്തിലും പോകാം, ഇവിടെ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്ത് അവിടുത്തെ പടമെല്ലാം എടുക്കാം. അപ്പം അഗ്നിതത്വവും വായുവും ചേരുമ്പോൾ മനുഷ്യർ ഹോതാക്കളെക്കാൾ ശ്രേഷ്ഠരാകുന്നു. മനുഷ്യരങ്ങ് എന്തെല്ലോ ആയി മാറുകയാണ്. മനുഷ്യരുടെ കഴിവ് എന്നാലോചിച്ച് നോക്കി. അഗ്നിതത്വവും വായുതത്വവും, വായുതത്വത്തിലൂടെ നമുക്ക് റോക്കറ്റിലോട്ട് ബഹിരാകാശ നിലയത്തിലെല്ലാം പോകാം, അവിടെ നിന്ന് മറ്റുള്ള ഗ്രഹങ്ങളിൽ പോകാം. അഗ്നിതത്വവും കൂടി ഉണ്ടാകുമ്പോൾ സിഗ്നൽ സിസ്റ്റവും കൺട്രോളിംഗ് സിസ്റ്റവും എല്ലാം ആയി. മനോഹര വാണിയാൽ, വാണി എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അപ്പം മനോഹരമായ ജ്ഞാനത്താൽ യജ്ഞപ്രേരകരും, പലതര യജ്ഞങ്ങൾ നമ്മൾ ഇതേമാതിരി നടത്തുകയാണ് ഇതിൻ്റെ സഹായത്താൽ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കൺട്രോളിംഗ് സിസ്റ്റംസ്, ഇലക്ട്രോണിക് കൺട്രോളിംഗ് സിസ്റ്റം, ഇതെല്ലാം യജ്ഞപ്രേരകരും യജ്ഞ നിർമ്മാതാക്കളുമാകുന്നു. അത് എനിക്ക് പല ഉപകാരങ്ങളും നൽകുന്നു. അതിലൂടെ നമുക്ക് ലോകത്തിന് വലിയ സംഭാവനകളാണ് നൽകുന്നത്. സമസ്ത ഭൂതങ്ങളുടെയും അടിസ്ഥാന വസ്തുവും സമസ്ത ജീവികളുടെയും അടിസ്ഥാന വസ്തുവാണിത്. കാരണം എല്ലാ ഭൂതങ്ങളും, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും പഞ്ചഭൂതങ്ങളിലൂടെ, അതെല്ലാം ഉണ്ടായിരിക്കുന്നതിൽ നിന്നാണ്? ദ്രവ്യത്തിൽ നിന്നാണ്, ഇലക്ട്രോണും പ്രോട്ടോണും. അതിനെ നശിപ്പിച്ചാൽ കിട്ടുന്നത്, ദ്രവ്യം നശിപ്പിച്ച ഊർജം കിട്ടും. ഈ ഊർജം വേവ് ഫോമിലാണ്. അത് സയൻസ് അറിയുന്നവർക്കറിയാം. ആ വേവ് ഫോമിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അത്തരം വേവ് ഫോമിൻ്റെ അപ്പം അത് സമസ്ത ഭൂതങ്ങളുടെ അടിസ്ഥാന വസ്തുവാണ്. അതായത് ഇവിടെ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വേവ്സിനെ പറ്റിയാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ, ദ്രവ്യം ഏതിൽ നിന്നുണ്ടായോ? ഊർജത്തിൽ നിന്നാണ്. ഊർജം വേവ് ഫോമിലാണ്. അത് ആധുനിക സയൻസ് മനസ്സിലാക്കിയ കാര്യമാണ്. ആ വേവ് ഫോമിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് എന്ന് വ്യക്തമായി പറയുകയാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന വേവ് ഫോമാണ്. ഇത് ജലത്തിലാണ് ഉണ്ടായത്. ഈ വേവ് ഫോം, ഈ ഊർജം ഉണ്ടായത് ജലത്തിൽ നിന്നാണ്. അതെങ്ങനെയാണെന്ന് പിന്നീട് നമുക്ക് കാണാം. ജലത്തിൽ നിന്നാണ് അഗ്നിയെല്ലാം പുറത്തേക്ക് വന്നത്. അഗ്നിയുടെ തേജസ് ഭൂമിയും സരസ്വതിയും ആഹ്വാനം ചെയ്യുമ്പോൾ ഉഗ്ര തേജസ്വികളായിട്ട് ആഗമിക്കുന്നു. അപ്പോൾ ഇത് സരസ്വതി, ജ്ഞാനത്തിലൂടെ ഈ അഗ്നിയെ എല്ലാറ്റിനും അടിസ്ഥാനമായ ഈ വസ്തു, അടിസ്ഥാന വസ്തുവായ ഊർജം, അതായത് വേവ് ഫോമിലുള്ള ഊർജം സരസ്വതിയുടെ സഹായത്താൽ ഭൂമിയിൽ വെച്ച് മനുഷ്യരാൽ, ഇതെല്ലാം മനുഷ്യരാണ് ചെയ്യുന്നത്. അപ്പം ഭൂമിയും സരസ്വതിയും ആഹ്വാനം ചെയ്യുമ്പോൾ ഭൂമിയിൽ വെച്ച് മനുഷ്യരാലും ശാസ്ത്രത്തിൻ്റെ, സയൻസിൻ്റെ അടിസ്ഥാനത്തിലും ആഹ്വാനം ചെയ്യുമ്പോൾ ഈ അഗ്നി എന്താകുന്നു? ഉഗ്ര തേജസ്സുകളായി ആഗമിക്കുന്നു. വളരെ തേജസ്സുള്ള, ജ്ഞാനമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും സിഗ്നൽ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതിലുള്ള തരംഗങ്ങളും എല്ലാമായിട്ട് പുറത്തേക്ക് വരുന്നു. ഈ തേജസ്സുകൾ കുശയുടെ മേൽ വിരാജിക്കട്ടെ. കുശ എന്ന് പറയുമ്പോൾ നമ്മൾ കുശപ്പുല്ലുണ്ട്. ആ പുല്ലിന് സമാനമായ ഒന്നിലാണ് അത് വിരാജിക്കുന്നത്. അവർ ഇതെല്ലാം ഇലക്ട്രോണിക്സ് എല്ലാം വരുമ്പോൾ ഈ കുശനെ പറ്റി കൂടുതൽ പറയും. അതിലൂടെ അവർ സന്ദേശം, അവർക്ക് അല്ലാതെ നമുക്കറിയാലോ ഈ ഫ്രീക്വൻസി എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ചില കോയിലുകൾ പറ്റാനും LC സർക്യൂട്ട് എന്നെല്ലാം പറയും. ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കറിയാം ചില കോയിലുകളുണ്ട്. ആ കോയിലുകളിലെല്ലാം കൂടിയാണ്
ഈ സിഗ്നൽസ്. ഈ കോയിലിനെയാണ് ഇവിടെ കുശ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറഞ്ഞു തരാം അല്ല കോയിൽ നിന്നാണ് LC എന്നെല്ലാം എങ്ങനെയാണ് പറയുന്നത്, കപ്പാസിറ്റർ കോയിൽ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് പറയുക. ഇപ്പം മലയാളം അറിയാത്തവർക്ക് പോലും ഇന്ന് കോയിൽ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഈ ഇലക്ട്രോണിക്സ് കോയിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊന്നും മനസ്സിലാവില്ല. സയൻസ് പഠിച്ചവർക്ക്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കെല്ലാം അറിയാം. അപ്പം അവർക്ക് പറയുന്നതിന് കുശപ്പുല്ല് എന്നെല്ലാം പറഞ്ഞിട്ട് അവർ പറയുന്നതേ ഉള്ളൂ. കുശപ്പുല്ല് പോലെയുള്ളതിൽ വിരാജിക്കുന്നു. ഇതെല്ലാം കോയിലുകളിലാണ് ഈ ഫ്രീക്വൻസി എല്ലാം വിരാജിക്കുന്നത്. ഈ അഗ്നിയാണ് എല്ലാ ഭൂതങ്ങൾക്കും അനേകം രൂപം നൽകിയത്. ഇത്തരത്തിലുള്ള വേവ്സുകളാണ് എല്ലാ വസ്തുക്കൾക്കും ഓരോ രൂപം നൽകിയത് എന്ന് പറയുന്നത്. എല്ലാ വസ്തുക്കളുടെയും രൂപവും നിറങ്ങളും എല്ലാം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം ചില വേവ് ഫോമുകളുണ്ട്. അതെല്ലാം പിന്നെ നമുക്ക് നോക്കാം. ഇവിടെ അതിലേക്കൊന്നും കടന്നാൽ ശരിയാവില്ല. അതിനാൽ തന്നെ എല്ലാ വസ്തുക്കൾക്കും രൂപം നൽകുന്നതിനെല്ലാം ഈ വേവ് ഫോം, ഇലക്ട്രോണിക് വേവ് ഫോമിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ നമ്മൾ നിന്നെ പൂജിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും അധികം പൂജിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്, റഡാർ എന്നെല്ലാം പറയുന്നതിൽ ഉപയോഗിക്കുന്ന ഇത്തരം തരംഗങ്ങളെ. വനസ്പതി, ശമിത, അഗ്നി എന്നിവയിൽ ഞങ്ങൾ നിന്നെ യുക്തമാക്കുന്നു. അപ്പം വനസ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ചില വസ്തുക്കളിൽ നിന്ന്, ശമിത എന്നെല്ലാം പറയുമ്പോൾ അത്തരം സംവിധാനങ്ങളിൽ നിന്ന്, അത്തരം ഉപകരണങ്ങളിലൂടെ ഈ അഗ്നി ഊർജവും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം ഫ്രീക്വൻസിയിൽ ഉണ്ടാക്കേണ്ടെങ്കിൽ ചില സംവിധാനങ്ങളുണ്ട്. ക്രിസ്റ്റലിലും ഫ്രീക്വൻസി ഉണ്ട്, ക്രിസ്റ്റലിൻ്റെ അകത്തും ഫ്രീക്വൻസി ഉണ്ട്. ക്രിസ്റ്റൽ ഇലക്ട്രോണിക് ഈ വെങ്കല്ല് എന്നെല്ലാം പറയുന്നതിൽ വേവ്സ് ഉണ്ട്. അതിനെപ്പറ്റി എല്ലാം വേദം പീസോ ഇലക്ട്രിസിറ്റി എന്നെല്ലാം പറയും. അതെല്ലാം വേദം വേറെ തന്നെ എടുത്ത് കഥരൂപത്തിലെല്ലാം വിസ്തരിച്ച് പറഞ്ഞിരിക്കും. നമ്മൾ വേദങ്ങളിലോട്ട് അതെല്ലാം കാണാൻ പോവുകയാണ്. പീസോ ഇലക്ട്രിസിറ്റി അതിനെപ്പറ്റിയെല്ലാം ഇതേമാതിരി തന്നെ ഈ വേവ് ഫോമിനെ പറ്റിയെല്ലാം അവിടെ പറയും വേദങ്ങളിൽ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവയിൽ ഞങ്ങൾ നിന്നെ യുക്തമാക്കുന്നു. അഗ്നി ദർശിച്ച മാത്രയിൽ തന്നെ യജ്ഞം ആരംഭിക്കുന്നു. അത് ഉണ്ടാക്കിയ അവിടെ നിന്ന് അങ്ങനെയുള്ള വേവ്സിനെ ഉണ്ടാക്കിയ ഉടനെ തന്നെ അത് യജ്ഞം ആരംഭിക്കും, അതിൻ്റെ കർമ്മം തുടങ്ങും. വേവ്സ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ തന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്, അങ്ങ് പോവുകയാണ് ഉണ്ടാക്കിയ ഉടനെ തന്നെ. അപ്പോൾ തന്നെ അത് യജ്ഞം ആരംഭിക്കും. പിന്നെ കാത്തു നിൽക്കൊന്നുമില്ല, അത് ഉണ്ടാക്കുന്ന അവസരത്തിൽ തന്നെ അത് എത്തേണ്ട അടുത്ത് എത്തും. പ്രത്യക്ഷമാകുമ്പോൾ തന്നെ ദേവതകളിൽ അഗ്രഗണ്യനാകുന്നു. ഉള്ള എല്ലാ ദേവതകൾ എന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാട്ടിയും അഗ്രഗണ്യനാണ് നീ. അത് ഉൽപ്പാദിപ്പിക്കുന്ന സമയം തന്നെ നീ അഗ്രഗണ്യനായി എല്ലാ ദേവതകളെ കാട്ടി. ഇന്നുള്ള എല്ലാ ഉപകരണങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെയാണ്. പ്രപഞ്ചം ഉണ്ടായത് തന്നെ ഇതിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഊർജത്തിൽ നിന്നാണ് ദ്രവ്യങ്ങൾ ഉണ്ടാവുകയും ദ്രവ്യത്തിലൂടെയാണ് എല്ലാം ഉണ്ടായത്. അപ്പം പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന വസ്തു ഈ ഊർജം തരംഗ രൂപത്തിലുള്ള ഊർജമാകുന്നു. ദേവതകളെ ആഹ്വാനം ചെയ്യുന്ന നീ എല്ലാത്തിനെയും ആഹ്വാനം ചെയ്യുന്ന തരംഗ രൂപത്തിലാണ് അത്. എല്ലാ ദേവതകളെയും ഇപ്പം TV ആയാലും എന്ത് ഇലക്ട്രോണിക്സ് ഉപകരണമായാലും റോക്കറ്റുകളായാലും ബഹിരാകാശ നിലയങ്ങളായാലും മറ്റുള്ള പ്ലാനറ്റ്സിൽ വല്ലതും കൊണ്ടുവിട്ട് വാഹനങ്ങൾ കൊണ്ടുവിട്ടിട്ട് അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന, ആഹ്വാനം ചെയ്യുന്ന നീ, അതിനെല്ലാം നിർദ്ദേശം കൊടുത്തിട്ട് നടപ്പാക്കുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന സംവിധാനം നീ സ്വാകാരമായി ഹവിസ്സുകൾ സ്വീകരിക്കുക. നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ നീ സ്വീകരിച്ചുകൊണ്ട് എത്തേണ്ടടുത്ത് എത്തിച്ചിട്ട് അവിടെ എല്ലാ കർമ്മങ്ങളും നീ ചെയ്യുക. ഹവിസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നൽ കൊടുക്കും. ഇവിടെ വന്നിട്ട് റിമോട്ടിലായിരിക്കും ചിലപ്പം കൊടുക്കുക. അതിനനുസരിച്ച് അത് പോയിട്ട് എന്തെല്ലാമാണോ ചെയ്യേണ്ടത്, ബോംബിടണോ, യുദ്ധക്കളത്തിലെല്ലാം ബോംബെല്ലാം കൊണ്ട് നിക്ഷേപിക്കുന്ന, മിസൈൽ തൊടുത്തു വിടുന്ന കാര്യങ്ങൾ, ഇതെല്ലാം എന്തിലാണ്? ഈ സിഗ്നൽ സിസ്റ്റത്തിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ നിന്ന് തൊടുത്തു വിട്ടാൽ അങ്ങ് പോയിട്ട്
ഇപ്പോഴത്തെ ചില മിസൈലുകളെല്ലാം ഇവിടെ നിന്ന് തൊടുത്താൽ അതെവിടെ പോയി വീഴും? ദൂരെയുള്ള ഭൂമിൻ്റെ അപ്പുറത്തെ അറ്റത്തുള്ള സ്ഥലത്ത് പോയിട്ട് വീഴും. കൃത്യമായ ആ കെട്ടിടത്തിൽ പോയി വീഴും. ഏതാണ് ഈ സിഗ്നൽസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്? ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ. ഈ റോക്കറ്റ് ഇങ്ങനെയല്ല പോവുക, പോകുന്നതിന് ഇങ്ങനെയല്ലാണ് പോവുക. കാരണം വേറൊന്നും വന്ന് അടിക്കരുത്, നേർക്ക് പോയാൽ പോയി അടിച്ചു കളയും. അതുകൊണ്ട് ഇത് പോകുന്നതിന് ഇങ്ങനെയല്ലാണ് പോകുക. അപ്പം ആ മൂവ്മെൻറ്റിൽ എന്നിട്ട് ഇങ്ങനെയല്ല പോയിട്ട് അങ്ങോട്ട് പോകേണ്ടതാണെങ്കിൽ ഇങ്ങോട്ട് പോയിട്ട് അവിടെ പോകും. അതായത് XY കോർഡിനേഷൻ സിസ്റ്റം എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അപാരമായ കഴിവാണ്. എത്ര വലിയ ഉപകരണത്തെയും ഈ സംഗതി കൺട്രോൾ ചെയ്യും. അപ്പോൾ അത്രയും മഹത്തായ ഒരു സബ്ജക്റ്റ് ആണ് ഇവിടെ ചെറിയൊരു സൂക്തത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്.